Hey guys, welcome back to our new video സുഹൃത്തുക്കളെ. അപ്പം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് രാത്രി 10 മണിക്ക് 11 മണിക്ക്. ഗൈസ്, എന്തിനാണ് ഈ 11 മണിക്ക് നമ്മളിങ്ങനെ ഉണർന്നിരിക്കുന്നത് അറിയാമോ സുഹൃത്തുക്കളെ? 11 മണിക്ക് എന്നും ഉണർന്നിരിക്കാറുണ്ട്, 3 മണി 4 മണിയാണ് എന്നും ഉറങ്ങണം. പക്ഷെ ഇന്ന് നമ്മൾ നേരെ ട്രിവാൻഡ്രം വിടാൻ വേണ്ടി പോവാണ്. രാത്രി മെയിൻ ആയിട്ട് നമ്മളെ ലുലു ഷോപ്പിംഗ് നടക്കും. പക്ഷെ ഷോപ്പിംഗിന് ഓഫർ നടക്കുന്നുണ്ട്. ദിസ് ഇസ് നോട്ട് എ പെയ്ഡ് പ്രൊമോഷൻ ഗൈസ്. ഓഫറിന് നമ്മൾ മലയാളികൾ എന്ന് പറയുന്നത് ഓഫർ എവിടെ ഉണ്ടെങ്കിൽ നമ്മളിവിടെ അവിടെ കാണും. നമ്മള് പണ്ട് അങ്ങനെ വരുമായിരുന്നു. അതെ അതെ, പണ്ട് അവിടെ നിന്ന് 50% ഓഫ് എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് 1500 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് ഇവിടെ നിന്ന് സാധനം വാങ്ങിച്ചിട്ട് പോകാൻ അത്രയ്ക്ക് ഓഫർ എവിടെ ഉണ്ടെങ്കിൽ അവിടെ പോകാനും. അപ്പൊ അതാണ് ഗൈസ്, എന്തായാലും ലുലു മോളിൽ ഓഫർ ഉണ്ട്. അപ്പം ആ ഓഫർ ഉണ്ട്, നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അത് മാത്രമല്ല, ഇന്ന് നൈറ്റ് നമ്മൾ ഇതിലിട്ടും പുറത്തിറങ്ങിയിട്ടില്ല. ഇവിടെ നിന്ന് ഇന്ന് നമ്മൾ കുഞ്ഞിനെ കൂടെ നൈറ്റ് പുറത്തിറങ്ങി ഇന്ന് ഫുഡ് അടിച്ച് ലോക്കൽ ഫുഡ് കാര്യങ്ങളൊക്കെ അടിച്ച് എക്സ്പ്ലോറിങ് നൈറ്റ്. ഇന്നത്തെ ഒരു നൈറ്റ് വിശേഷമാണ്, നൈറ്റ് ലൈഫ്. ഓ മൈ ഗോഡ്, വാടാ ഫണ്ടാസ്റ്റിക്. മുതലേ ഡ്രസ്സ് കണ്ടോ ഗൈസ് നിങ്ങൾ? മുതലേ ഡ്രസ്സ് ഇതേ ഷർട്ട് നമ്മൾ ലാസ്റ്റ് സ്റ്റുഡിയോന്ന് എടുത്ത ഷർട്ടാണ്, ഷർട്ട് ആൻഡ് പാൻറ് ഗൈസ്. ഇതിട്ടാണ് ഇന്നത്തെ വിലസാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇതേ കളർ കറുത്ത പാൻ. എടാ ഞാൻ ടീഷർട്ട് മാത്രമല്ലേ എടുത്തുള്ളൂ, എന്റെ കറുത്ത പാന്റ് ഒപ്പിച്ചു. ഇനി അവനും അതുപോലത്തെ ഉണ്ടോ നോക്കാം. ചിരി വരട്ടെ, നവരസങ്ങൾ വിരിയട്ടെ. എനിക്കിന്ന് കരിയും പൊട്ട് എഴുതാൻ സമയം കിട്ടിയില്ലേ. അപ്പം എനിക്ക് സമയം കിട്ടിയപ്പോ ഉറങ്ങിയതുമില്ല. ലാസ്റ്റ് ഒന്ന് മയങ്ങി വന്നപ്പോ ഞാനൊന്ന് എടുത്ത് വരയ്ക്കാൻ നോക്കി. പക്ഷെ അപ്പോഴത്തേക്കും കണ്ണും തുറന്ന് ഇതാ കിടക്കുന്നു. അപ്പൊ ഗൈസ്, നമ്മൾ നേരെ ഇറങ്ങാൻ വേണ്ടി പോകണം. കറക്റ്റ് ടൈം എത്രയും മുതൽ ഇപ്പൊ കെട്ടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. 90% ആൾക്കാർ ഈ സ്മാർട്ട് വാച്ച് വാങ്ങിച്ചിട്ട് കുത്തിയിടത്തില്ല ഗൈസ്. അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ഞാനൊക്കെ സ്മാർട്ട് വാച്ച് വാങ്ങിച്ചിട്ട് ഇന്നെ രണ്ടു വട്ടം വാങ്ങിച്ചതിന്റെ ഒരു തിളപ്പിന് 2 ആഴ്ച 3 ആഴ്ച കുത്തിയിടും. അത് കഴിഞ്ഞ് ഞാൻ കുത്തിയിടാറില്ല. അങ്ങനെയുള്ള എത്ര പേരുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യും. അതൊക്കെ ഫസ്റ്റ് ഉപയോഗിക്കും. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഷോയ്ക്ക് മാത്രമല്ല. കുഞ്ഞായോണ്ട് നമ്മള് മാക്സിമം രാത്രിയിലൊക്കെ ഭയങ്കര നിർബന്ധമായോണ്ട് ഇപ്പം അതുപോലെ രാത്രി കുഞ്ഞിനെ പുറത്തിറക്കി കൂടാൻ എല്ലാരും പറയും. പിന്നെ ഇന്ന് നമ്മൾ സാധനം വാങ്ങാൻ വേണ്ടി നമ്മൾ എന്തായാലും പോവാണ്, വേറെ ഓപ്ഷൻ ഇല്ല. അതെ, ഇല്ല പോട്ടെ. എന്ത് ഇവിടെ നടക്കുന്നേ? നമ്മൾ ഇന്ന് ടാറ്റ പോവാ, കറങ്ങാൻ പോവാൻ ഭയങ്കര ഇഷ്ടം കേട്ടാ അമ്പൂന്. ഇല്ല അമ്പൂനെ, നമുക്ക് കറങ്ങാൻ പോവാൻ ഭയങ്കര ഇഷ്ടമല്ലേ അമ്പൂനെ? എടാ കള്ള. ഭയങ്കര കരച്ചിലായിരുന്നു ഗൈസ്, എന്റെ പൊന്നോ. നമ്മളിപ്പോൾ പോകുന്നത് എയർ ഇന്ത്യയിലാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. വെൽക്കം ടു എയർ ഇന്ത്യ. പ്ലെയിനിൽ കയറിയാലോ? നിങ്ങൾ യൂണിഫോം ഒക്കെ ഇട്ട് സെറ്റ് ആണല്ലോ. ഹായ് ബ്രോ. ഹായ്. ഓ താങ്ക് യു ബ്രോ, താങ്ക് യു. അടിപൊളിയാണല്ലോ. ഇപ്പൊ ഇവിടെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ? ഇവിടെ റീഓപ്പണിംഗ് ആണ്. അല്ല, അത് തന്നെ ഞാൻ കണ്ടായിരുന്നു ഇടയ്ക്ക്. ഹേ ഗൈസ്, അപ്പോൾ അതെ ഒരു വിധത്തിൽ നമ്മളിത് ഇവിടെ കിടത്തി ഉറക്കിയിട്ടുണ്ട്. ചെക്കന് തൊട്ടിലുണ്ട്. തൊട്ടിലുള്ളിടത്ത് അവനെ കിടത്താൻ പറ്റത്തോളൂ കേട്ടാ. തൊട്ടിലില്ലാന്നുണ്ടെങ്കിൽ ചെറുക്കാൻ കൂട്ടത്തെ കിടക്കണം. ഉറങ്ങാൻ തന്നെ വീട്ടിൽ വെച്ചേ അവൻ ഉറങ്ങണം. ഞാൻ ഉറക്കിയില്ല. ഞാൻ ഉറങ്ങിയപ്പോ പൊട്ടിടാൻ നോക്കി, അപ്പൊ അവൻ വീണ്ടും ഉണങ്ങ്. അതിന് നിർബന്ധം ഭയങ്കര കരച്ചിലായിരുന്നു. രാത്രി ഇവിടെ ഇങ്ങനെ അവനെ കൊണ്ട് അങ്ങനെ ഇറക്കാറില്ല. അവനിപ്പോ എപ്പോഴും ആ വീട്ടിലെ ആ ഒരു ലൈറ്റും ആ ഒരു ആംബിയൻസും അതിനോട് യൂസ്ഡ് ആയി. ഇവിടുത്തെ ഇത് കണ്ട ഗൈസ്, ആധാരം എഴുത്തല്ലേ കണക്കത്തെ മെനു. അതെ, ഇവിടുത്തെ ഹോട്ടൽ നമ്മളെ പേര് എഴുതി തരാൻ പോവാട്ടാ. കണ്ടാ ഇത് വെറൈറ്റി ഇല്ലേ മെനു? നോക്കും. അപ്പൊ കുറച്ച് വായിക്കാനുണ്ട് കേട്ടോ. നമ്മൾ എന്തൊക്കെ പറഞ്ഞത്, നമ്മൾ ഇവിടെ എല്ലാ ക്ലോസിംഗ് ടൈം ആയി. നമ്മൾ വന്നപ്പോ ഇവിടെ നമുക്ക് ഓരോരുത്തും കയറാൻ കേട്ടോ. ഇനി വേറെ അടുത്ത ഹോട്ടലിൽ കയറാം. അവനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇപ്പൊ നമ്മുടെ അവസ്ഥ. വീട്ടിലോട്ടോ ഞാൻ തന്നെ ഇപ്പം വണ്ടി ഇരുന്ന് ആലോചിച്ചപ്പോഴല്ലേ നമുക്ക് വീട്ടിൽ പോയാലോ. അതാ, കാരണം ഭയങ്കര കരച്ചിലായിരുന്നു. പക്ഷെ പിന്നെ കാറിന് വെളി ഇറങ്ങിയപ്പോ എനിക്കറിയായിരുന്നു ഉറങ്ങാനാണ്. ഞാൻ വെളിയിൽ മഞ്ഞായതുകൊണ്ട് ഇറക്കാൻ, പക്ഷെ തൊപ്പി വെച്ചിട്ട് മുമ്പ് ചെറുതായിട്ടുള്ള ഒരു അവന്റെ ഒരു ഇതുണ്ട്, എന്തുവാ പിള്ളേർക്ക് എല്ലാവർക്കും ഉറങ്ങുന്നതിന് മുമ്പ് ഭയങ്കര നിർബന്ധമായിരിക്കും കേട്ടോ. ചില സമയമില്ല, ചില സമയത്ത് തന്നെ കിടന്നു ഉറങ്ങിക്കോളൂ. ഇപ്പൊ ഞാൻ ചില അമ്മമാരെ കാണുമ്പോൾ ഞാൻ ചോദിക്കുന്ന, പിള്ളേർ എപ്പോഴാണ് ഉറങ്ങുന്നത്? എത്ര മണിയാവും ഉറങ്ങുന്നത്? ഞാൻ ചോദിക്കില്ല. ഇന്ന് നമ്മളെ വീട്ടിൽ വന്നപ്പോ എത്ര മണിയാവും ഒരു ഉറങ്ങാനായിട്ട്? എത്ര ഡൈപ്പറൊക്കെ മാറ്റും? ഡൈപ്പറൊക്കെ ഇങ്ങനെ തൂക്കിയാൽ കൊടുക്കുന്നത് എങ്ങനെ? അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോ ചോദിക്കുന്ന വിശേഷങ്ങളൊക്കെ. ലൈമീന്ന് തുടങ്ങാന്ന്. എന്താണ് റോസ് കളർ, പച്ച കളർ ശരി മിന്റ് ഇടുന്നതെന്ന് വിചാരിക്കും. റോസ് കളർ സ്ട്രോബെറി ഇടുവോ? കളർ ചേർക്കാൻ നമ്മൾ പറഞ്ഞില്ലല്ലോ. നമ്മൾ ഫ്രഷ് ലൈമാണ്. ടേസ്റ്റ് എങ്ങനെയുണ്ട്?
എന്തിനാണ് ഇട്ടിരിക്കണത്? കളർ എന്തുവാ? വറുത്തരച്ച കോഴിക്കറി. ആഹാ, എത്ര നാളായി. ഇങ്ങോട്ട് വാടാ മുത്തേ. എഗ് പൊറോട്ട ഞാൻ 3 4 പറഞ്ഞു. ചെറുതല്ലേ, പെട്ടെന്ന് തരും. ആദ്യം പൊറോട്ട തുടങ്ങിയാലോ. ചൂട് പൊറോട്ട ആൻഡ് കറി ഗൈസ്. ലെഗ് പീസ് ഞാൻ എടുത്തോട്ടെ. വിത്ത് യുവർ അപ്രൂവ്. ഓക്കെ, താങ്ക് യു. 2 ലെഗ് പീസ് ഉണ്ടോ? ഇല്ല. ഇവിടുത്തെ പൊറോട്ട ഒക്കെ നല്ല അടിച്ച നല്ല സെറ്റ് പൊറോട്ടയാണ്. നല്ല പൊറോട്ട ഉണ്ട്. കുറച്ചാളായി പൊറോട്ട തിന്നും, പക്ഷെ നല്ല പൊറോട്ട കഴിക്കാൻ പോയില്ല. പിന്നെ എന്തിനാ വായിക്കൂടെ വെള്ളം ഇറങ്ങി അങ്ങനെ ചാറൊഴിക്കുമ്പോഴേ നമ്മൾ ഈ പൊറോട്ട അങ്ങ് നനഞ്ഞതിന് ശേഷം നമ്മൾ ഒരു കഷ്ണം ചിക്കൻ പീസ് അങ്ങോട്ട് എന്നിട്ട് ഞൂഞ്ഞെടുത്തതിന് ശേഷം അത് നമ്മുടെ വായിലോട്ട് അങ്ങ് വെക്കുക. അത് എന്തൊരു വേല ഗൈസ് അത് കാണിച്ചത്. ഞാൻ എന്തോരം ആസ്വദിച്ചെടുത്ത ഐറ്റം എന്ന് അറിയാമോ അത്. ആവി പറക്കുന്ന ലെഗ് പീസ് കണ്ടോ സുഹൃത്തുക്കളെ? മോനെ, ഞാൻ ഏട്ടന്റെ വായി നോക്കിയിരിക്കുക. നമ്മളെല്ലാം അറിയണമല്ലോ. നെക്സ്റ്റ് അരിപ്പത്തിരി കേസ്. അടുക്കളയിൽ അവര് പാത്രം തേച്ച് എടുക്കുന്ന സൗണ്ട് ഇവിടെ കേൾക്കാം. ക്ലോസിംഗ് ടൈമാ. അരിപ്പത്തിരി കൊണ്ട് എടുക്കുക. സൂപ്പറാണ്. അടിപൊളി. പക്ഷെ അപ്പോൾ കഴിച്ചിട്ട് വരാം കേസ്. എന്തോ പറ്റിയ മൃതല്ലേ? ഒരുപാട് കഴിക്കും. ഭാര്യ വിഴുങ്ങിയേ നെഞ്ചത്തൂരിക്കുന്നു. കഴിച്ച് തീർന്നപ്പോ ഉറങ്ങി. ഞാൻ എങ്ങനെ കുത്തി വിഴുങ്ങിയതാ. ഞാൻ പറഞ്ഞ എല്ലൊന്നുമേ ഇല്ല. ചിക്കൻ തിന്നാതെ ബുദ്ധി ഇങ്ങനെ വാരത്തുന്ന കുറുക്ക് ആട്ടിയായിട്ട് ഒരു വക കഴിക്കും ആട്ടും, ഒരു വക കഴിക്കും ആട്ടുന്നോണ്ട് ഉറങ്ങി. ഇനിയിപ്പോ പതിയെ എണ്ണിട്ടാ മതിയല്ലോ. ഇവിടെ പ്ലെയിനൊക്കെ ഉണ്ട് കേട്ടോ. ലുക്ക് അറ്റ് ദാറ്റ് പ്ലെയിൻ ഗൈസ്. കൊള്ളാം കേട്ടോ. ഇവിടുത്തെ ആംബിയൻസ് കൊള്ളാം ഇരുന്ന് കഴിക്കാനൊക്കെ. ക്ലോസ് ആയില്ലായിരുന്നു, നമുക്ക് അവിടെ കയറായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്, മൃദുലയുടെ സിം അങ്ങനെ ഫൈനലി പോർട്ട് ചെയ്തിരിക്കുകയാണ്. അത് 2 ദിവസം മുന്നേ പോർട്ട് ചെയ്തതാ. ഇന്ന് ഇപ്പൊ നോക്കിയപ്പോ കട്ടായി. എനിക്ക് അവിടെ അല്ലെങ്കിലും കട്ടായതുകൊണ്ട് അതിലേക്ക് 2 ആഴ്ച കൊണ്ട് റേഞ്ച് ഇല്ലായിരുന്നു ഗൈസ്. മൃദുലയുടെ ഫോൺ ഡെഡ് ആയിരുന്നു. ആരും വെളിയില്ല, ചത്ത പോലെ ആയിരുന്നു. നമ്മളവിടെ എയർടെലിനും ജിയോയ്ക്ക് മാത്രമേ റേഞ്ച് ഉള്ളൂ. നമ്മളെ വി ഐ ഇപ്പൊ അല്ലെങ്കിലും ചത്തോണ്ടിരിക്കുകയാണ് പാവം. ഇല്ല, മരിച്ചോണ്ടിരിക്കും. പണ്ട് എല്ലാവർക്കും വോഡാഫോണും ഐഡിയ ആയിരുന്നു. ഇപ്പം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വി ഐയിൽ നിന്നും ഒരു ആൾ കൂടി പിരിഞ്ഞു പോയിരിക്കുന്നു. ജിയോയിലേക്ക് ഒരാൾ കൂടി ആഡ് ചെയ്തിരിക്കുന്നു. അതെ, നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇതേവിടെ മൃദുലയാണെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് നടക്കുക കേട്ടോ. ഇത്രയും വലിയ പാടുണ്ട്. ഏട്ടന്റെ മൈക്ക് ഇപ്പൊ മിക്കവാറും പിടിച്ചു വലിച്ച് ദൂരെ കളയും. ഓ ഇല്ലേ കണ്ടില്ലേ വൈബ് അടിച്ച് നടക്കുന്നത് മൃദുല? എന്താ വൈബില്ലേ? പിന്നെ ഇതൊരു വൈബാണ് കേട്ടോ. അതെ, നൈറ്റ് ലൈഫ്. അതെ, നൈറ്റ് ലൈഫ്. കേറൂ, അടക്കട്ടെ, അടക്കട്ടെ, ഇരിക്കും. ആ മൈക്കിന്റെ കൈ വെക്കണം. മൈക്കിനോട് എന്തോ വിരോധമുണ്ട് കഴിച്ച്. ഇവിടെ ആണെങ്കിൽ നമുക്ക് വണ്ടിയൊക്കെ കണ്ടോണ്ടിരുന്ന ഫുഡ് കഴിക്കാൻ കേട്ടോ. വണ്ടിയൊക്കെ കണ്ട് വൈബൊക്കെ പണ്ട് സ്ഥിരം പ്രൈസ്, പക്ഷെ പ്രൈസ് ഒന്ന് പ്ലേസ് ആയിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഹണി ചിക്കൻ ഉണ്ട്. ഹണി ചിക്കൻ അൽഫാം തേനൊഴിച്ച അതാ പറഞ്ഞേക്കുന്ന കൈസ്. അൽഫാം ഹണി അടിപൊളി ടേസ്റ്റ് എടുത്ത സൂപ്പറാണ് കൈസ്. പിന്നെ നിങ്ങൾ വിചാരിക്കുമായിരിക്കും യവന്മാർക്ക് എന്തൊരു ഈ വയറും വാടകയ്ക്ക് എടുത്തോണ്ട് വന്നിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ അല്ല കേട്ടാ. നമ്മൾ ഒരു പീസ് നമ്മൾ എല്ലായിടത്തു നിന്നും ടേസ്റ്റ് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം. ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളതുകൊണ്ട് കുറച്ച് കഴിക്കത്തുള്ളൂ അല്ലേ? അല്ലാതെ നമ്മളെ വായിക്കാത്ത അങ്ങനെ ഡ്രില്ലിംഗ് മിഷൻ പിന്നെ എന്തിനും പറയല എന്തൊരു മിഷൻ ഉണ്ടാകുന്നു. അങ്ങനെ മിഷയൊന്നുമില്ല. എല്ലായിടത്തും ഫുഡ് കഴിക്കണം എന്നുള്ളതുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞ് എപ്പോഴാണ് ഷോപ്പിംഗ് എന്ന് എനിക്ക് അറിയത്തില്ല. 3 മണിവരെ ഉള്ളൂ ഇവിടെ. 3 മണി വരെ എന്താ ഉള്ളൂ? 12 മണി കഴിഞ്ഞ്. 12 മണി കഴിഞ്ഞല്ലേ? വൈകിട്ട് ഒന്ന് പോയാലോ നേരെ ഷോപ്പിങ്ങിന്? നമ്മുടെ ഐറ്റം വന്നിട്ടുണ്ട് ഗൈസ്. നമ്മളൊരു ഒറ്റ പീസ് ഓർഡർ ചെയ്തിട്ടുള്ള കേട്ടോ. ഒറ്റ പീസ് എനിക്ക് ഏട്ടൻ മാറി തരണം. ഞാൻ മാറിത്തരാം. ലുക്ക് അറ്റ് ദാറ്റ് ഗൈസ്. തേനെ വിളിക്കുന്ന അൽഫാം. ഫ്ലവർ സൂപ്പർ.
നമ്മൾ പച്ചക്കറി കഴിക്കണം കേട്ടോ ഗൈസ്. അത് ചിക്കൻ എന്ത് ചിക്കൻ നമ്മൾ മരക്കറി കഴിക്കണം. അത് മുട്ടക്കോസല്ലേ? മുട്ടക്കോസിൽ എന്തെങ്കിലും ഇതുണ്ടോ? വൈറ്റമിൻ സി ആൻഡ് പ്ലാന്റ്സ്. വൈറ്റമിൻ സി ഓറഞ്ചിലും നാരങ്ങയിലും ഒക്കെ. ഇതിലെന്തുണ്ട്? ഒന്നുമില്ലല്ലേ? മുട്ടക്കോസ് എന്തെങ്കിലും ഗുണമുണ്ടോ ഗൈസ്? കാര്യം പറയാം. അത് തിന്നും. എരിയില്ല, പുളിയില്ല, ഒരു നോർമൽ, ഒരു വികാരം ഇല്ലാത്തത്. മൃദുല പപ്പായ ജ്യൂസ് പറഞ്ഞു. ഞാൻ ഈ പ്രതികാരം കിട്ടുമോ? എനിക്ക് മധുരം ഒന്നും കുടിക്കത്തില്ലായിരുന്നല്ലോ ഞാൻ. താഴെ ഇരിക്കുന്നുണ്ടപ്പോഴേ എനിക്ക് തോന്നി. പക്ഷെ ഇത് സ്മൂത്തി ആണെന്ന് ഞാൻ അറിഞ്ഞില്ല, ജ്യൂസാണെന്ന് വിചാരിച്ചത്. മധുരമുണ്ടോ? ഭയങ്കര മധുരമായിരിക്കും. എങ്ങനെ ഷോപ്പിൽ നിന്ന് ഞാനും കാറിലൊന്നും കിടന്ന് ഉറങ്ങാൻ പോകും. നിങ്ങൾ പോയി രണ്ടുപേരും കൂടി പോയിട്ട് എന്തൊക്കെ വേണം കേട്ടോ? അത് ലുലു ഓഫർ സമയത്ത് കയറി ഞങ്ങൾ രണ്ടുപേരും പോയിട്ട് വരാം. എങ്ങനെയുണ്ട്? ഇത് വെള്ളം ചേർത്തിട്ടില്ലടി. റോ പപ്പായ അടിച്ച് സൂപ്പറായിട്ടാ. അടിപൊളിയല്ലേ? കസ്കസ് കേട്ടിട്ടുണ്ടോ? സൂപ്പർ സാധനം. അല്ലെങ്കിൽ എന്റെ ചോയ്സ് ബെസ്റ്റ് ആയിരിക്കും. അവിടെ ഈ പ്ലസ് പോയിന്റ്. ഇനി എങ്ങോട്ടാ? ഇനി ലുലുലോട്ട്. ലുലു. ഇനി എന്തെങ്കിലും വേണോ? ഇനി വല്ല പുണ്ണാക്കോ ഓക്കെയോ അങ്ങനെ എന്തെങ്കിലും? ഇനി ലുലു നടന്ന് ക്ഷീണിക്കുമ്പോ എന്തെങ്കിലും നമുക്ക് വാങ്ങി. എനിക്കിപ്പോ അങ്ങ് ജ്യൂസ്, വെള്ളത്തിനോടാ ഇഷ്ടം. ഫീഡ് ചെയ്യുന്നുണ്ടാന്ന് അറിഞ്ഞൂടാ, ബോഡിയിൽ അങ്ങ് വെള്ളം വേണം. അല്ല, മൃദുല പറയുന്ന കേട്ടതൊന്നും മൃദുല ഒന്നും കഴിച്ചില്ല. ഞാനാണ് മൊത്തം അടിച്ചു കയറ്റിയത്. ഞാൻ ചോദിക്കണ വല്ല ഓക്കെ വല്ലതും വേണോന്ന്. ഓക്കെ വേണ്ടത് എനിക്കാണ് കേട്ടാ. പോവാ കേറൂ. ഓ, എനിക്കങ്ങ് രാജകീയ ഫീൽ ആയിരിക്കും. എനിക്കല്ല, അവന് കൊടുക്കുന്ന കയറാന്ന് എനിക്കറിയാം. അങ്ങനെ സംസാരിക്കല്ലേ മൃദുലേ. ഓക്കെ അപ്പോ സമയം 2 മണി സുഹൃത്തുക്കളെ. അപ്പൊ എന്തേ അല്ല 2 മണിയല്ല 12 മണി. 1 മണി. 1 മണി ഇവിടെ 2 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. നമ്മൾ വിചാരിച്ചു 3 മണിയാണ്, പക്ഷെ 2 മണി ക്ലോസ് ചെയ്യും കേട്ടോ. പക്ഷെ 3 മണിന്നാണ് ഞാൻ പരിസ്ഥിതി കണ്ടത് അല്ലേ? നമുക്ക് 3 മണിക്ക് ഇറങ്ങിയാൽ മതിയെന്ന് അവരിറക്കി വിടുവോ? അപ്പൊ എന്തായാലും 2 മണി ക്ലോസ് ചെയ്യും. അപ്പൊ അതിനുമ്പോ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാം കേട്ടോ. മിക്കവാറും എല്ലാ ഓഫറൊക്കെ കഴിഞ്ഞാണ്. ആൾക്കാർ കുറെ സ്റ്റോക്ക് ഔട്ടായിക്കാണ്. നമുക്ക് നോക്കാം എന്തോ വാങ്ങിക്കാനാ പോന്നെന്ന് പറഞ്ഞൂടെ. ചുമ്മാ വാ. ഹൈപ്പർ മാർക്കറ്റ് കയറിയിട്ട് വീട്ടിലോട്ട് ആവശ്യമുള്ള എന്തോ ഓഫർ എന്ന് പറയുമ്പോ ലുലുല് വന്നില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല. സത്യം. എന്തൊക്കെ ഓഫർ ഉള്ളതെന്നായി നോക്കട്ടെ ഗൈസ്. ചുമ്മാ പറയുന്നതാണോന്ന് അറിയണല്ലോ. സ്റ്റെപ്പ് കയറുന്ന ഗൈസ്. മൃദുല എന്തുകൊണ്ട് സ്റ്റെപ്പിൽ പോന്നു? എന്തോ അതില് ഇനി എന്തോ എന്റെ കുഞ്ഞങ്ങളെ വീടാലോ. എനിക്ക് പേടിയാ. എന്തോ ആണോ പറഞ്ഞു. നിങ്ങളെ കേട്ടാണല്ലോ പറഞ്ഞു, ഞാൻ ഒന്നും കേട്ടില്ല. തിരക്കൊഴിഞ്ഞ ലുലുമോൾ കണ്ടിട്ടുണ്ടോ സുഹൃത്തുക്കളെ? അതുകൊണ്ട് ക്ലോസും ആയി. അതുകൊണ്ട് നമ്മൾ ഇറങ്ങിയത്. എല്ലായിടത്തും ക്ലോസ് ആയി. പക്ഷെ കുഴപ്പമില്ല, തിരക്കില്ല, സമാധാനമുണ്ട്. തിരക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പെർഫ്യൂം അല്ല വേണോ? ഞാൻ സത്യം പറഞ്ഞ കുഞ്ഞിനെ എടുക്കൊണ്ട് പെർഫ്യൂം ഒന്നും അങ്ങനെ അടിക്കാറില്ല. അതാ അതിന്റെ കാണാനുണ്ട്, കേക്കാനുണ്ട്. കാണാനുണ്ട്, കേക്കുണ്ട്, മണക്കാനുണ്ട്, കാണാനുണ്ട്. മൃദുല ഇവിടെ മാത്രമേ തിരക്കില്ലാതുള്ളൂ. ഹൈപ്പർ മാർക്കറ്റ് മുടിഞ്ഞ തിരക്ക്. അങ്ങോട്ടൊന്ന് നോക്ക്, തലകൾ കാണുന്ന നോക്ക്. പള്ളി കിങ് സൈസിനൊക്കെ 699 രൂപയൊക്കെ ഉള്ളൂ. 700. ഇപ്പൊ അമ്മയായില്ലേ, ഇനി ഇതിന്റെ ഒക്കെ ഫാഷൻ കഴിഞ്ഞ് ഇനി കുഞ്ഞിന്റെ പാമ്പേഴ്സ്, വൈപ്സ്. എത്ര രൂപ? 1000 കിടക്കുന്നത്. 1000 കൊള്ളാം. ലെതർ ക്വാളിറ്റി ഉണ്ടോ? അത് ഈ ഇങ്ങനത്തെ കളർ വേണോ? ഇത്രയും വലുത് ഓക്കെ അല്ലേ? കൊള്ളാം. ഡയപ്പറും എല്ലാം വെക്കണ്ടേ? എല്ലാം വെക്കണം. ഓഫർ ഉണ്ട് കേട്ടോ. ചില സെലക്റ്റീവ് പ്രോഡക്ട്സിനൊക്കെ ഓഫർ ഉണ്ട്. മൃദുലെ ഞാനൊരു ഓഫർ പറഞ്ഞാൽ ഞെട്ടും. എയർ ഫ്രയർ മിസ്റ്റർ ലൈറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ 2000 രൂപ ഉള്ളൂ. 8000 രൂപ 9000 രൂപ എന്തോ MRP വരണതിന് എനിക്കൊന്ന് 70% 80% എന്തോ ഓഫർ ഉണ്ട്. നല്ല കമ്പനിയാണ് മിസ്റ്റർ ലൈറ്റ്. വലിയ ഭയങ്കര കമ്പനിയൊന്നും അല്ല. എയർ ഫ്രയർ വെച്ച് കഴിച്ചൂടാ എന്ന് പറയും. 2000 രൂപയ്ക്ക് എയർ ഫ്രയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓഫറല്ലേ ഇത് ഗൈസ്. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി നമ്മളെ ഷോപ്പിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. മൃദുല ഇതിനിടയ്ക്ക് മിസ്സിംഗ് ആയി. പിന്നെ ബാക്കി ഞാൻ ഒറ്റയ്ക്കാണ് ഷോപ്പ് ചെയ്തത്. ഞാൻ പിന്നെ ഫീഡിംഗ് റൂമിൽ പോയി. എല്ലായിടും അടച്ചു, എവിടെ ആരും ഒന്നുമില്ല. പ്ലെയിൻ ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ അതേ ഈ ചില സാധനങ്ങൾക്ക് ഓഫർ ഉണ്ട് കേട്ടോ. സീരിയസ്ലി ചില സാധനങ്ങൾക്ക് ഓഫർ ഉണ്ട്. ബാക്കിയെല്ലാം 50% പറഞ്ഞാലും പേരാണ്. എല്ലാവരെയും ഒരു എന്താ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ളൊരു സംഭവമാണ്. പക്ഷേ ഓഫർ ഉണ്ട്. നമ്മൾ ഡോവിൻ്റെ ഒരു ഷവർ ജെൽ എടുത്ത് അതിന് ഏതാണ്ട് 800 രൂപ. ഇത് ഈ സാധനം ഇത് 800 രൂപ എന്തോ MRP വരും. പക്ഷേ ഇത് 50% ഓഫ് 400 രൂപ ഉള്ളായിരുന്നു. അത് കണക്ക് തന്നെ നമ്മൾ ഈ ആശീർവാദിൻ്റെ 10 കിലോയുടെ പാക്കറ്റാണ്.
ഇതിന് പ്രൈസ് വരുന്നത് 600-700 രൂപയാണ് MRP വരുന്നത്. പക്ഷേ 400 രൂപയ്ക്കുണ്ട്. അങ്ങനെ സെലക്റ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് നമ്മൾ നോക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലാഭമാണ്. അതും ഹ്യൂജ്, അതായത് 5 കിലോയ്ക്കുള്ള പാക്കറ്റിനില്ല, 10 കിലോ, അങ്ങനെ വലിയ വലിയ പാക്കറ്റുകളിൽ മാത്രമേ ഓഫറുള്ളൂ. അങ്ങനെ സാധനങ്ങളൊക്കെ നോക്കിയെടുക്കണം കേട്ടോ. ഇവിടെ ബാഗ് ഓഫറിന് കിട്ടിയതാ. എനിക്കത് വലിയ ഓഫറായിട്ടൊന്നും തോന്നുന്നില്ല. എനിക്ക് അത്യാവശ്യമായിരുന്നു അത്. എന്ത് പറഞ്ഞ ഓർഡർ? എന്തോ വേണ്ടേ? എന്ത് പറഞ്ഞേ? അവിടെ കോഫിയിൽ കിട്ടുമായിരുന്നു. ഇവിടെ അതിന് കോഫി കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ബിരിയാണി ഒന്നും കിട്ടത്തില്ല. ഇവിടെ നോക്കുന്നേ, നിനക്ക് വേണോ ഐസ് ടീ? ഐസ് ടീ വേണോ? ഐസ് ടീ ഐസ് ടീ വേണോ? ഇവിടെ കിടത്താമോ? ഞാനും കിടത്തി. ടൗലുണ്ട്, കുഴപ്പമില്ലല്ലോ. ഐസ് ടീ വേണോ? ഐസ് ടീ. ഓ, വായൊക്കെ തുറക്കുന്നു. നമ്മൾ ആക്റ്റീവ് ടൈമാ. ഇനിയാണ് നമ്മൾ ഓണാവുന്നില്ലേ? ഇല്ലേ അമ്പൂട്ടാ, നമ്മൾ ഇനിയല്ലേ ഓണാവുന്നേ. അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞാൻ ടേസ്റ്റ് ചെയ്തോ. നീ ടേസ്റ്റ് ചെയ്തോ. ഐസ് ടീ കുടിച്ച് എന്തൊക്കെ കുടിച്ചെന്ന് വെച്ചാൽ കൂറയാണല്ലേ. കൊള്ളത്തില്ലല്ലേ? 180 രൂപ വില. 180 തേപ്പായി പോയില്ലേ? എങ്ങനെ വിവരിക്കും ടേസ്റ്റിനെ? ചുമയുടെ മരുന്ന് ഇതിലും നല്ലതാ. ചിലതൊക്കെ വാങ്ങിച്ചിട്ട് പാളി പോകുമ്പോൾ എന്തെന്നില്ലാത്തൊരു വിഷമമാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് ആ ബോട്ടിൽ നമ്മളെ വീട്ടിൽ കാണും. കാരണം മൃദുലത് കളയത്തില്ല. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുമ്പോൾ എന്തോ കടയിൽ ബിരിയാണി കഴിച്ചാൽ ബിരിയാണിയുടെ ബോക്സ് അത് കളയത്തില്ല. അതുകൊണ്ട് 10-20 ആ ബാസ്ക്കറ്റ് ഉണ്ട് ബിരിയാണിയുടെ. എല്ലാം വീട്ടിൽ അടുക്കി വെച്ചിട്ടുണ്ട്. കഴുകി അടുക്കി അടപ്പും ഉൾപ്പെടെ വെച്ചിട്ടുണ്ട്. റോയെങ്കിലും കളയായിരുന്നു, അതും കഴുകി വെക്കൂ. അത് അവിടെ കൊണ്ട് കളയണം, അതും കഴുകി ഉപയോഗിക്കൂടെ? ഹേ ഗൈസ്, അപ്പോൾ നമ്മളത് വീട്ടിലെത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. കാറി ഇരുന്ന് ഒരുത്ത് എന്തോരു കരച്ചിലായിരുന്നു അറിയോ. അയ്യോ, ഇപ്പൊ ഒന്നും അറിയാത്തവനെ പോയി കിടക്കുന്നുണ്ടോ? ഞാനൊന്നും ചെയ്തില്ലേ രാമനാരായണ ഇല്ലേ? മറിയാറായില്ലടി അവൻ. 2 മാസം ആയില്ലേ ഉള്ളൂ. നമ്മൾ മറിയാറൊന്നും ആയിട്ടില്ല. ഗുവ നമ്മുടെ നാട്ടിൽ ഗുവ എന്നും പറയും. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ഒരു വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്ന സുഹൃത്തുക്കളെ. മൊത്തം ഫുഡടിയായിരുന്നു മൊത്തം. തിന്ന തീറ്റി. അപ്പൊ എന്തായാലും ഗൈസ്, ഹാപ്പി ആയിട്ട് ഈ ഒരു വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്ന സുഹൃത്തുക്കളെ. അപ്പോൾ ഹോപ്പ് ഗൈസ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതിലുള്ള വിവരം കാണുന്നവരെ ബൈ. ചിരിക്കുന്നു.